أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أرأيتم إن كان من عند الله وكفرتم به وشهد شاهد من بني إسرائيل على مثله فآمن واستكبرتم إن الله لا يهدي القوم الظالمين. وقال الذين كفروا للذين آمنوا لو كان خيرا ما سبقونا إليه وإذ لم يهتدوا به فسيقولون هذا إفك قديم. ومن قبله كتاب موسى إماما ورحمة وهذا كتاب مصدق لسانا عربيا لينذر الذين ظلموا وبشرى للمحسنين. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട വിശ്വാസികളെ വിശ്വാസിനികളെ, 46-ാം അധ്യായമായ സൂറത്തുൽ അഹ്ഖാഫിലെ 9 ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് 10, 11, 12 3 ആയത്തുകളാണ് നാം പഠിക്കുന്നത്. 7 മുതൽ 9 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ സത്യസന്ധതയും ആ ഖുർആനിനെ കുറിച്ച് അവിശ്വാസികളാകുന്ന ആളുകൾ ഉന്നയിക്കുന്ന ആരോപണങ്ങളും അതിനുള്ള ഗണനയുമൊക്കെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ ഏത് കാലത്തും അവിശ്വാസികളാകുന്ന ആളുകൾ ഇത് അള്ളാഹുവിൽ നിന്നുള്ളതൊന്നുമല്ല, അത് ജാലവിദ്യയാണ്, അതേപ്രകാരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തമായി കെട്ടിച്ചമച്ചതാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ പറയുമ്പോൾ അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കുകയായിരുന്നു വിശുദ്ധ ഖുർആൻ. തുടർന്ന് അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ തന്നെയാണ് ശേഷമുള്ളത്. 10-ാമത്തെ ആയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ആ ശത്രുക്കളാകുന്ന അവിശ്വാസികളാകുന്ന ആളുകളോട് പറയാൻ അള്ളാഹു പറയുന്നു. ഖുൽ അറഅയ്തും ഇൻ കാന മിൻ ഇൻദില്ലാഹി വകഫർതും ബിഹി വശഹിദ ഷാഹിദും മിൻ ബനി ഇസ്രായീല അലാ മിസ്ലിഹി ഫആമന വസ്തക്ബർതും ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. ഖുൽ, നബിയെ പറയുക. ആരോട്? അവിശ്വാസികളാകുന്ന ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തമായി നിർമ്മിച്ചുണ്ടാക്കിയതാണ്, അതല്ലെങ്കിൽ അത് വ്യക്തമായ സിഹ്ർ തന്നെയാണ്, മാരണത്തിലൂടെ ഉണ്ടായതാണ് എന്ന് ആരോപണം ഉന്നയിക്കുന്ന ശത്രുക്കളോട് പറയാൻ അള്ളാഹു പറയുന്നു, ചോദിക്കാൻ അള്ളാഹു പറയുന്നു. എന്താ ചോദിക്കേണ്ടത്? അറഅയ്തും, നിങ്ങൾ കണ്ടുവോ? അറഅയ്തും, കണ്ടു, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ? ഇൻകാന, ഇതാണെങ്കിൽ, അഥവാ വിശുദ്ധ ഖുർആനാണെങ്കിൽ, മിൻ ഇൻദില്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണെങ്കിൽ, ഇത് ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വക്കൽ നിന്നാണെങ്കിൽ, വശഹിദ സാക്ഷിയാവുകയും ചെയ്തു, ഷാഹിദുൻ വല്ല സാക്ഷികളും സാക്ഷിയാവുകയും ചെയ്തു. എവിടെ നിന്നുള്ള സാക്ഷികൾ? മിൻ ബനി ഇസ്രായീല, ഇസ്രായേൽ സന്തതികളിൽ നിന്നും. അലാ മിസ്ലിഹി, മിസ്ല് പോലെയുള്ളത്, അലാ മിസ്ലിഹി ഇതുപോലെയുള്ളതിൽ, ഈ വിശുദ്ധ ഖുർആൻ പോലെയുള്ള വേദഗ്രന്ഥങ്ങളിൽ
സാക്ഷികളാവുകയും ചെയ്തു. എന്നിട്ടോ ഫആമന, ആ സാക്ഷി, ആ ഷാഹിദ് വിശ്വസിച്ചു. എന്നിട്ട് ഷാഹിദ് വിശ്വസിക്കുകയും ബനീ ഇസ്രായേലിലെ ആ സാക്ഷി ഇതുപോലെയുള്ളതിൽ വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ വസ്തക്ബർതും, നിങ്ങൾ അഹംഭാവം നടിക്കുകയും ചെയ്തു. കിബർ, അഹംഭാവം. വസ്തക്ബർതും, നിങ്ങൾ അഹംഭാവം നടിക്കുകയും ചെയ്തു. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു, ലാ യഹ്ദി, അവൻ സന്മാർഗത്തിലാക്കുകയില്ല, അൽ ഖൗമൽ ളാലിമീൻ, ളുൽമ് അക്രമം, ളാലിം അക്രമി, ളാലിമീൻ അക്രമികൾ, അൽ ഖൗമൽ ളാലിമീൻ അക്രമികളായ സമൂഹത്തെ, ജനതയെ അള്ളാഹു ഒരിക്കലും നേർമാർഗത്തിലാക്കുകയില്ല. ഇതാണ് ഈ ആയത്തിന്റെ പദാർത്ഥം, ഈ ആയത്തിന്റെ സാരം. നബിയെ തങ്ങൾ പറയുക, അറഅയ്തും, നിങ്ങൾ കണ്ടുവോ, ഇൻകാന മിൻ ഇൻദില്ലാ, ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വക്കൽ നിന്നായിരിക്കുകയും, വകഫർതും ബിഹി, നിങ്ങൾ പറയുന്നത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതല്ല എന്ന ആരോപണമാണ്. എന്നാൽ ഈ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതായിരിക്കുകയും, വകഫർതും ബിഹി, എന്നിട്ട് അതിൽ നിങ്ങൾ അവിശ്വസിക്കുകയുമാണെങ്കിൽ, നിങ്ങളുടെ ധാരണക്കും നിങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കലിനും ആരോപണത്തിനും വിപരീതമായി സത്യമായ ഈ കാര്യം, എന്നിട്ട് വകഫർതും ബിഹി, നിങ്ങൾ അതിൽ അവിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ, വശഹിദ ഷാഹിദും മിൻ ബനീ ഇസ്രായീല അലാ മിസ്ലിഹി, ഇതുപോലെയുള്ളതിൽ, അഥവാ മുൻകഴിഞ്ഞു പോയ വേദഗ്രന്ഥം, മൂസാ നബി അലൈഹിസ്സലാമിന് വന്ന തൗറാത്ത്, അതുപോലെയുള്ളതിൽ ഇസ്രായേൽ സന്തതികളിൽ നിന്നുള്ള ഒരു സാക്ഷി സാക്ഷ്യം വഹിക്കുകയും, അങ്ങനെ ആ ബനൂ ഇസ്രായേലിൽപ്പെട്ട നല്ലവനായ ആ സാക്ഷി, അദ്ദേഹം കൃത്യമായി സത്യസന്ധമായി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്ന് വിശ്വസിച്ചു, മനസ്സിലാക്കി, അയാൾ അതിൽ വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ടും വസ്തക്ബർതും, നിങ്ങൾ അഹംഭാവം നടിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അതല്ലേ ഏറ്റവും വലിയ തനി അക്രമം? അതിനേക്കാൾ വലിയ അക്രമം എന്താണ് ഉള്ളത് എന്ന് അവരോട് ചോദിക്കാനാണ് അല്ലാഹു തആല പറയുന്നത്. ഇന്നല്ലാഹ ലാ യഹ്ദി അൽ ഖൗമൽ ളാലിമീൻ, അക്രമികളായ ജനതയെ അല്ലാഹു ഒരിക്കലും സന്മാർഗത്തിലാക്കുകയില്ല. ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആൻ പൂർണ്ണമായി അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്, എന്നിട്ടും അതിൽ വിശ്വസിക്കാത്തത് ഏറ്റവും വലിയ അക്രമമാണ്. എന്നാൽ ഇതിനു മുമ്പും ധാരാളം വേദഗ്രന്ഥങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയച്ചിട്ടുണ്ട് പ്രവാചകന്മാരിലേക്ക്. അത്തരം വേദഗ്രന്ഥങ്ങളുമായി തൗറാത്തിനെ പരിചയമുള്ള ഇസ്രായേൽ ജനതയിൽപ്പെട്ട പല ആളുകളും ഖുർആനിന്റെ സത്യസന്ദേശം, ഖുർആൻ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണെന്നും ഖുർആനിന്റെ കൽപ്പനകളും അതിലുള്ള ദർശനങ്ങളും സത്യസന്ധമാണെന്നും വിശ്വസിക്കുകയും സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ വേദഗ്രന്ഥവുമായി ഒരു ബന്ധവും ഇല്ലാത്ത, വേദഗ്രന്ഥവുമായി ബന്ധമുള്ള ബനീ ഇസ്രായേലിൽ പലരും അതിൽ വിശ്വസിച്ചിട്ടുണ്ട്, ഖുർആനിൽ അത് സത്യസന്ധമാണെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ വേദഗ്രന്ഥങ്ങളുമായി പരിചയമില്ലാത്ത നിങ്ങൾ, ആ വിശുദ്ധമായിരിക്കുന്ന ഗ്രന്ഥം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതല്ല, ഞാൻ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗർവ് നടിച്ച് അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ന്യായമല്ല. എല്ലാവർക്കും, നിങ്ങൾക്ക് ബുദ്ധിയുള്ള, നിങ്ങൾക്കൊക്കെ ആലോചിച്ചാൽ അറിയാവുന്ന വസ്തുതയാണ് ഇത് എന്ന ഓർമ്മപ്പെടുത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നടത്തുന്നത്. അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ, മർമ്മത്ത് കൊള്ളുന്ന ഒരു ചോദ്യം ശത്രുക്കളാകുന്ന അവിശ്വാസികളോട്, മുശ്രിക്കുകളോട് ചോദിക്കാനാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറയുന്നത്. ഇവിടെ ബനീ ഇസ്രായേലിൽപ്പെട്ട ഈ സാക്ഷി ആരായിരുന്നു എന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായം പണ്ഡിതന്മാരുടെ ഭാഗത്തുണ്ട്. ആരായിരുന്നാലും ഏറ്റവും നല്ലവനായ ഒരാൾ, ബനൂ ഇസ്രായേലിൽപ്പെട്ട തൗറാത്ത് കൃത്യമായി പഠിച്ച് അതിൽ വിവരമുള്ള ഒരു മനുഷ്യൻ, വിശുദ്ധ ഖുർആൻ സത്യസന്ധമാണ് എന്ന് മനസ്സിലാക്കി ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നു. അദ്ദേഹത്തെ കുറിച്ചാണ് ഷാഹിദും മിൻ ബനീ ഇസ്രായേൽ, ബനീ ഇസ്രായേലിൽപ്പെട്ട ഒരു സാക്ഷി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وقال الذين كفروا للذين آمنوا لو كان خيرا ما سبقونا إليه وإذ لم يهتدوا به فسيقولون هذا إفك قديم. 11-ാമത്തെ ആയത്തിൽ അവിശ്വാസികളാകുന്ന ആളുകൾ
ഏത് കാലത്തും അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം, അതല്ലെങ്കിൽ ഒരു പരിഹാസമാണ്, ഈ തൗഹീദിലേക്ക് വരുന്നവരൊക്കെ വളരെ പാവങ്ങളാകുന്ന ആളുകളാണ്, താഴേക്കിടയിലുള്ള മാന്യന്മാരാകുന്ന വലിയ തറവാട്ടുകാരോ വലിയ സമ്പന്നരോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളൊന്നും വരുന്നില്ല, എല്ലാം പാവങ്ങളാകുന്ന ആളുകളല്ലേ വരുന്നത് എന്ന ഒരു ആരോപണം, ഒരു പരിഹാസത്തിന്റെ ചോദ്യം ഇന്നും അന്നും എന്നും സമൂഹത്തിന്റെ നേരെ ഇത്തരം ഇസ്ലാമിന്റെ ബദ്ധവൈരികളാകുന്ന ശത്രുക്കൾ എഴുതിവിടാറുണ്ട്. അത്തരത്തിലുള്ള ഒരു നിലപാട് അവിശ്വാസികളാകുന്ന മക്കയിലെ മുശ്രിക്കുകൾക്കും ഉണ്ടായിരുന്നു എന്നാണ്. വഖാലല്ലദീന കഫറു, വഖാല പറഞ്ഞു, അല്ലദീന ഒരു വിഭാഗം ആളുകൾ. എങ്ങനത്തെ ആളുകളാ? കഫറു അവിശ്വസിച്ച ആളുകൾ. വഖാലല്ലദീന കഫറു അവിശ്വസിച്ചവർ പറയുകയാണ്. ആരെക്കുറിച്ച്? ലില്ലദീന ഒരു വിഭാഗത്തെക്കുറിച്ച് ആമനു അവർ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ വിശ്വാസികളാകുന്ന സ്വഹാബിമാരെ കുറിച്ച് അവിശ്വാസികളാകുന്ന ആളുകൾ പറയുന്നു. എന്താ പറയണത്? ലൗകാന ഇതായിരുന്നെങ്കിൽ ഖൈറൻ, ലൗകാന ആയിരുന്നെങ്കിൽ, ഏത്? വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഇസ്ലാം മതം, ഈ വിശുദ്ധ ഖുർആൻ ആയിരുന്നെങ്കിൽ ഖൈറൻ, മുഹമ്മദ് പറയുന്നത് പോലെ ഏറ്റവും വലിയ ഒരു നന്മയായിരുന്നുവെങ്കിൽ, മാ സബഖൂന അവർ ഞങ്ങളെ മുൻകടക്കുമായിരുന്നില്ല, ഇലൈഹി അതിലേക്ക്. ഞങ്ങളെക്കാൾ മുമ്പ് ആ ഖുർആൻ കൊണ്ട് വിശ്വസിച്ചത്, മുഹമ്മദ് നബിയെ കൊണ്ട് വിശ്വസിച്ചതാരാ? പാവങ്ങളാകുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, സുഹൈബ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ വളരെ കേവലം അടിമകളോ ദരിദ്രരോ ആയിരുന്ന സ്വഹാബികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറയും, മുഹമ്മദ് പ്രബോധനം ചെയ്യുന്ന ഈ മതം ഏറ്റവും നല്ല മതമായിരുന്നുവെങ്കിൽ ഈ മതത്തിലേക്ക് ആദ്യമായി വരിക ഇതേപോലെ താന ആളുകളല്ല, പാവങ്ങളാകുന്ന ആളുകളല്ല, മറിച്ച് ആദ്യമായി നല്ല മതമായിരുന്നുവെങ്കിൽ അതിലേക്ക് മുന്നിട്ട് വരിക പിന്നെ ഏറ്റവും സാമ്പത്തികതയിലും അതേ പ്രകാരം അധികാരത്തിലും തറവാട് മഹിമ കൊണ്ടുമെല്ലാം ഉന്നതിയിലുള്ള ഞങ്ങളായിരുന്നു അതിലേക്ക് മുന്നിട്ട് വരിക എന്ന് അവർ പരിഹസിച്ചുകൊണ്ട് പറയുമെന്നാണ്. അവിശ്വസിച്ച ആളുകൾ വിശ്വാസികളാകുന്ന ആളുകളെ കുറിച്ച് പറയുകയാ, ഇതൊരു നല്ല കാര്യമായിരുന്നുവെങ്കിൽ, ഇതൊരു നല്ല മതമായിരുന്നുവെങ്കിൽ, ഈ വിശുദ്ധ ഖുർആൻ നല്ല സത്യസന്ധമായ അള്ളാഹുവിൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ ഇതിലേക്ക് ഇവർ ഞങ്ങളെ മുൻകടന്നു വരികയില്ലായിരുന്നു, ഇവർ ഞങ്ങളെക്കാൾ മുമ്പ് ഇതിലേക്ക് വരില്ല. അപ്പോൾ ഞങ്ങളെക്കാൾ മുമ്പ് ഇവർ വന്നു എന്നതുകൊണ്ട് ഈ മതം അത് നല്ല ഒരു മതമല്ല, ഈ വിശുദ്ധ ഖുർആൻ അത് ഖൈറായ ഒരു നന്മയായ കാര്യമല്ല എന്നതായിരുന്നു അവരുടെ ന്യായം. വഇല്ലം യഹ്തദൂ ബിഹി ഫസയഖൂലൂന ഹാദാ ഇഫ്കുൻ ഖദീം. അവർ ഇതുമൂലം സന്മാർഗം പ്രാപിച്ചിട്ടില്ലാത്തതിനാൽ, ഇതുമൂലം അവർക്ക് സന്മാർഗം പ്രാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് അവർ പറഞ്ഞേക്കും, വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുവാനോ അതിനെ ആയത്തിൽ പഠിക്കുവാനോ അള്ളാഹുവിന്റെ റസൂലിന്റെ ചുണ്ടുകളിൽ നിന്ന് കടന്നു വരുന്ന പുറത്തേക്ക് വരുന്ന സത്യസന്ധതയെ ആ തൗഹീദ് മനസ്സിലാക്കാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചില്ല. വഇലം യഹ്തദൂ ബിഹി, ഇതുമൂലം സന്മാർഗം പ്രാപിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഫസയഖൂലൂന അവർ പറയും, ഫസയഖൂലൂന അവർ പറയും, ഹാദാ ഇഫ്കുൻ ഖദീം, ഇതൊരു പഴക്കം ചെന്ന നുണയാണ് എന്ന്, ഇതൊരു പഴക്കം ചെന്ന നുണയാണ് എന്ന് അവർ പറയും. കാരണം അവർക്ക് വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുവാനോ അതിന്റെ ആ ഹിദായത്തിന്റെ വെളിച്ചം അവർക്ക് ലഭ്യമായില്ല. പാവങ്ങളാകുന്ന ധാരാളം സ്വഹാബിമാർക്ക് അത് ലഭ്യമായി. അതിന്റെ ഗർവ് മാത്രമാണ് സത്യം മനസ്സിലാക്കാനുള്ള ആ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടാനുള്ള ഭാഗ്യമില്ലാത്തതിന്റെ പേരിലാണ് ഇത്തരം ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. എന്നാൽ വമിൻ ഖബലിഹി, ഇതിന്റെ മുമ്പുണ്ട്, ഈ ഖുർആനിന്റെ മുമ്പുണ്ട് കിതാബ്, ഒരു ഗ്രന്ഥം, മൂസയുടെ ഒരു ഗ്രന്ഥമുണ്ട്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ഗ്രന്ഥമാണല്ലോ തൗറാത്ത്. കിതാബ് മൂസാ നബിയുടെ ഒരു ഗ്രന്ഥമുണ്ട്. ഇമാമൻ വഴികാട്ടിയായി വന്ന ഗ്രന്ഥമാണത്. ഇമാമൻ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ വഴികാട്ടിയായിട്ടുള്ളതും, വറഹ്മ കാരുണ്യമായും ഇമാമായും ഉള്ള ഒരു ഗ്രന്ഥം, മൂസയുടെ ഗ്രന്ഥം ഇതിന്റെ മുമ്പും വന്നിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാ, വഹാദാ, ഇത്, കിതാബുൻ, ഈ ഒരു ഗ്രന്ഥം അഥവാ വിശുദ്ധ ഖുർആൻ, മുസദ്ദിഖുൻ, അത് സത്യമാക്കുന്നതാണ്, അത് ശരിവെക്കുന്നതാണ്, ലിസാനൻ അറബിയ,
അറബി ഭാഷയിലായിക്കൊണ്ട്, ലിസാനൻ അറബിയൻ, അറബി ഭാഷയിലായിക്കൊണ്ട്, മുസദ്ദിഖ സത്യസന്ധമാക്കുന്ന, അതല്ലെങ്കിൽ ആ തൗറാത്തിന്റെ സത്യതയെ സ്ഥാപിക്കുന്ന അറബി ഭാഷയിലുള്ള ഒരു ഗ്രന്ഥമാണ് ഇത്. തൗറാത്തിലുള്ളത് മാത്രമാണ് വിശുദ്ധ ഖുർആനിലുമുള്ളൂ. വിശുദ്ധ ഖുർആനിൽ പുതിയതായി ഒന്നുമില്ല. വിശുദ്ധ ഖുർആനിൽ തൗറാത്തിൽ പറഞ്ഞ തൗഹീദാണ് വിശുദ്ധ ഖുർആനിലും പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലുള്ളത് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ദർശനം നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾ കേട്ടിട്ടുള്ള മൂസയുടെ ഗ്രന്ഥമായ, മൂസാക്ക് നൽകപ്പെട്ട ഗ്രന്ഥമായ തൗറാത്തിലും ഉണ്ട്. അതിനെ സത്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥമാണ് ഈ ഖുർആൻ. എന്തിനു വേണ്ടിയാ ഖുർആൻ അവതരിച്ചത്? വിശുദ്ധ ഖുർആൻ കേൾക്കരുത്, അത് പഠിക്കരുത്, അതിന്റെ അർത്ഥം മനസ്സിലാക്കരുത്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുകയാണെങ്കിൽ അവിടെ ഒച്ചയും ബഹളവും ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്ന് വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുന്ന ആളുകൾ എല്ലാ കാലഘട്ടത്തിലുമുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഹാദാ ഇഫ്കുൻ ഖദീം, ഇത് ഖദീമായ, പഴഞ്ചനായ, ഏറ്റവും പഴക്കമുള്ള ഒരു ഇഫ്കാണ്, ഒരു പച്ചക്കള്ളമാണ് ഇത് എന്നാണ്. ഏതിനെ കുറിച്ചാണ് അവർ അത് പറഞ്ഞത്? ഏതിനെ കുറിച്ചാ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധന അള്ളാഹുവിന് മാത്രമാകണം. നിങ്ങളെ പടച്ച, നിങ്ങളുടെ മുൻഗാമികളെ പടച്ച, ആകാശത്തെയും ഭൂമിയെയും അതിന്റെ ഇടയിലുള്ളതിനെയും ഒക്കെ കൃത്യമായി നിയന്ത്രിക്കുന്ന, നിങ്ങൾക്കെല്ലാം ചെയ്തു തന്ന റഹ്മാനായ റബ്ബിന് മാത്രമാകണം ആരാധന. ആരാധന അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും പാടില്ല എന്ന മഹത്തായ തൗഹീദ്, ആ തൗഹീദിനെ കുറിച്ചാണ് അവർ പറഞ്ഞത് ഇഫ്കുൻ ഖദീം, ഏറ്റവും പഴക്കമുള്ള ഒരു നുണയാണിത് എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ഒരു ജൽപ്പനം, ആരോപണം ഉന്നയിക്കുന്ന മക്കയിലെ മുശ്രിക്കുകൾക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അവർക്കറിയാം. അവർ കേട്ടിട്ടുണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് എന്ന വേദഗ്രന്ഥം കിട്ടിയതും മക്കയിലെ മുശ്രിക്കുകൾക്കറിയാം. ആ മക്കയിലെ മുശ്രിക്കുകൾക്ക്, ബനു ഇസ്രായേലുകാർക്ക് മാർഗദർശനമായി വന്ന കിതാബിനെ കുറിച്ച്, വേദഗ്രന്ഥമായ തൗറാത്തിനെ കുറിച്ച് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ അല്ലാഹു പറയുന്നത്? വമിൻ ഖബലിഹി കിതാബു മൂസാ ഇമാമൻ വറഹ്മ വഹാദാ കിതാബും മുസദ്ദിഖുൻ ലിസാനൻ അറബിയ്യൻ ലിയുൻദിറല്ലദീന ളലമു വബുശ്റാ ലിൽമുഹ്സിനീൻ. വമിൻ ഖബലിഹി, ഇതിന്റെ മുമ്പുണ്ട്. നിങ്ങൾ പറയുന്നത് എന്താണ്? ഹാദാ ഇഫ്കുൻ ഖദീം, ഇതൊരു പഴക്കം ചെന്ന നുണയാണ് എന്നല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹനെ മാത്രം ആരാധിക്കണം എന്നത് പഴക്കം ചെന്ന ഒരു നുണയാണ്. ഖുർആൻ ഒരിക്കലും നിങ്ങളെ തെറ്റിലേക്ക് കൊണ്ടുപോവില്ല. ആ ഖുർആനിലുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തിന്മയായി ഭവിക്കില്ല. ലിയുൻദിറല്ലദീന ളലമൂ, ലിയുൻദിറ, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണത്. ലിയുൻദിറ, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി, താക്കീത് നൽകാൻ വേണ്ടി. ആർക്ക്? അല്ലദീന ളലമൂ, അക്രമം ചെയ്തവർക്ക്, അക്രമികളാകുന്ന ആളുകൾക്ക്, അള്ളാഹുവിന്റെ കൽപ്പനകളെ സ്വീകരിക്കാതെ താന്തോന്നികളായി, തോന്നിവാസികളായി, ഞാൻ തന്നെ വലിയവൻ, എന്നെ മറികടക്കുവാനോ എന്നെ ചോദ്യം ചെയ്യുവാനോ ഒരാളുമില്ല എന്ന അക്രമികളായി ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ലിയുൻദിറ, ശക്തമായ താക്കീത് നൽകാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അത് സത്യമാകുന്നു. അല്ലദീന ളലമൂ, അക്രമം ചെയ്ത ആളുകൾക്ക് ലിയുൻദിറ, താക്കീത് നൽകുവാൻ വേണ്ടിയും, വബുശ്റാ, സന്തോഷ വാർത്തയായുമാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. അതിൽ ശക്തമായിരിക്കുന്ന താക്കീതുകളുണ്ട്. ദാ ഇത് ചെയ്യരുത്, ഇന്നത് കാണരുത്, അങ്ങനെയല്ല ജീവിതം വേണ്ടത്. അങ്ങനെ വന്നാൽ നാളെ പരലോകത്ത് ശക്തമായ ശിക്ഷയുണ്ടാകും, അവിടെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന ശക്തമായ താക്കീതുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതോടുകൂടെ വബുശ്റാ, സന്തോഷ വാർത്തയായും ആണ്. ശുദ്ധ ഖുർആനിൽ ധാരാളം സന്തോഷ വാർത്തകൾ. ആർക്ക്? ലിൽ മുഹ്സിനീൻ, പുണ്യം ചെയ്യുന്നവർക്ക്, നന്മ ചെയ്യുന്ന ആളുകൾക്ക്. അപ്പൊ നന്മ ചെയ്താൽ കിട്ടാവുന്ന സന്തോഷ വാർത്തയും അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും നിഅമത്തുകളും സന്തോഷ വാർത്തകളായും, അക്രമം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ശിക്ഷാമുറകളുടെ താക്കീതുകളും നൽകുവാൻ വേണ്ടി അറബി ഭാഷയിലായിക്കൊണ്ട്
സത്യസന്ധമാകുന്ന ഈ വേദഗ്രന്ഥം അത്രയും സത്യസന്ധമായ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു. 10ാമത്തെ ആയത്തിന്റെ സാരം ഒന്നുകൂടി. നബിയെ പറയുക, നിങ്ങൾ കണ്ടുപോ ഈ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതായിരിക്കുകയും നിങ്ങൾ അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതല്ല, മുഹമ്മദ് നബി അതുണ്ടാക്കിയതാണ് എന്നാണ് നിങ്ങൾ ആരോപിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ ധാരണകൾക്ക് വിരുദ്ധമായി വിപരീതമായി ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നായിരിക്കുകയും എന്നിട്ടും നിങ്ങൾ അതിൽ അവിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളിൽ ഇതുപോലെയുള്ളതിൽ ഇസ്രായേൽ സന്തതികളിൽ നിന്ന് ഒരു സാക്ഷ്യം വഹിക്കുകയും അഥവാ തൗറാത്തിനെ കുറിച്ച് മനസ്സിലാക്കി പഠിച്ച് അങ്ങനെ അയാൾ അതിൽ വിശ്വസിക്കുകയും പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, ഖുർആൻ സത്യസന്ധമാണെന്ന് മനസ്സിലാക്കി. കാരണം തൗറാത്തിലുള്ളത് തന്നെയാണ് ഇതിലും ഉള്ളത്, അതേ ലാ ഇലാഹ ഇല്ലല്ലയാണ് ഇതിലും ഉള്ളത്, അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കി ഇതിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടും എല്ലാം മനസ്സിലാക്കിയ തൗറാത്തിനെ കുറിച്ച് ബോധമുള്ള അത് പഠിച്ചിട്ടുള്ള ആളുകൾ പോലും ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, ഖുർആൻ സത്യസന്ധമാണെന്ന് പറഞ്ഞിട്ടും അതൊന്നും പഠിച്ചിട്ടില്ലാത്ത, അത് മനസ്സിലാക്കിയിട്ടില്ലാത്ത, അത് കണ്ടിട്ടില്ലാത്ത നിങ്ങൾ ഇങ്ങനെ അഹംഭാവം നടിച്ച് വിവരമില്ലാതെ നിന്നിട്ടും വിവരമുണ്ട് എന്ന നാട്യത്തിലൂടെ ജീവിക്കുന്നത് ഒരിക്കലും ശരിയല്ല, അത് തനി അക്രമമാണ് എന്നവരോട് പറയാൻ, മക്കയിലെ മുശ്രിക്കുകളോട് പറയാൻ അല്ലാഹു തആല നബിയോട് പറയുന്നു. തീർച്ചയായും അക്രമികളാകുന്ന ജനതയെ അല്ലാഹു ഒരിക്കലും സന്മാർഗത്തിലാക്കാൻ പോകുന്നില്ല. 11ാമത്തെ ആയത്തിൽ വഖാല അല്ലദീന കഫറൂ ലില്ലദീന ആമനൂ ലൗ കാന ഖൈറൻ മാ സബഖൂനാ ഇലൈഹി, അവിശ്വസിച്ചവർ വിശ്വാസികളാകുന്ന സ്വഹാബിമാരെ കുറിച്ച് പറയും, ഈ മതം ഏറ്റവും നല്ല ഒരു മതമായിരുന്നുവെങ്കിൽ, വിശുദ്ധ ഖുർആൻ സത്യസന്ധമായിരുന്നു, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ളായിരുന്നുവെങ്കിൽ ഇത്തരം അടിമകളും ദുർബലരും ദരിദ്രരുമാകുന്ന ആളുകളായിരുന്നില്ല ഈ മതത്തിലേക്ക് ആദ്യമായി കടന്നു വരിക. മറിച്ച് ഇതൊരു നല്ല കാര്യമായിരുന്നുവെങ്കിൽ ഇതിലേക്ക് അവരെക്കാൾ മുമ്പ് കടന്നു വരേണ്ടത് മാന്യന്മാരും സമ്പന്നരും എല്ലാമുള്ള ഞങ്ങളായിരുന്നു കടന്നു വരേണ്ടിയിരുന്നത് എന്ന് അവർ പരിഹാസത്തോടു കൂടെ പറയും. എന്നാൽ അല്ലാഹു തആല അവർക്ക് കൊടുക്കുന്ന മറുപടി വഇദലം യഹ്തദു ബിഹി ഫസയഖൂലുന ഹാദാ ഇഫ്കുൻ ഖദീം, നിങ്ങൾക്ക് ആ വിശുദ്ധ ഖുർആൻ മുഖേന അതിന്റെ സത്യത മനസ്സിലാക്കുവാനും അതിന്റെ വെളിച്ചം കിട്ടുവാനും അതിന്റെ മെച്ചം ആസ്വദിക്കുവാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല കൂട്ടരെ. പക്ഷേ ഫസയഖൂലുന ഹാദാ ഇഫ്കുൻ ഖദീം, പക്ഷെ അവർ പറയും ഇത് ഏറ്റവും പഴക്കം ചെന്ന ഒരു നുണ മാത്രമാണ്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന ദർശനം ഏറ്റവും പഴക്കം ചെന്ന ഒരു ഇഫ്കും ഖദീം, പഴക്കം ചെന്ന ഒരു നുണ മാത്രമാണ് എന്ന ഒരു ആരോപണം അവർ ഉന്നയിക്കുമ്പോൾ അവർ കേട്ടിട്ടുള്ള, അവർ പരിചയമുള്ള മൂസാ നബി അലൈഹിസ്സലാമിന്റെയും തൗറാത്തിന്റെയും കഥ വിവരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെ സത്യപ്പെടുത്തുകയാണ്. വമിൻ ഖബലിഹി കിതാബു മൂസ ഇമാമൻ വറഹ്മ, ജനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതായും ഏറ്റവും കാരുണ്യമായി കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന് ഗ്രന്ഥം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിലായിരുന്നില്ല, അബരി ഭാഷയിലായിരുന്നു തൗറാത്ത്, അതുകൊണ്ട് അറബികളാകുന്ന നിങ്ങൾക്ക് വ്യക്തമായി അത് മനസ്സിലായിരുന്നില്ല. എന്നാൽ വഹാദാ കിതാബുൻ മുസദ്ദിഖുൻ ലിസാനൻ അറബിയ്യൻ ലിയുൻദിറ അല്ലദീന ളലമു വബുശ്റ ലിൽ മുഹ്സിനീൻ, എന്നാൽ ആ അറബി ഭാഷയിലായിക്കൊണ്ട് ആ തൗറാത്തിനെ സത്യപ്പെടുത്തി അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറബി ഭാഷയിൽ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് അവതരിച്ചിരിക്കുന്നു. അതാണ് ഈ വിശുദ്ധ ഖുർആൻ. അക്രമം പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അതിൽ ശക്തമായ താക്കീതുകളുണ്ട്, എന്നാൽ സുഹൃതം ചെയ്യുന്ന മുഹ്സിനീങ്ങൾക്ക് അതിൽ നല്ല സന്തോഷ വാർത്തയും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു. പഠിക്കുക, മനസ്സിലാക്കുക, വിശുദ്ധ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുക. വിശുദ്ധ ഖുർആൻ നമ്മോട് നന്മ മാത്രമാണ് കൽപ്പിക്കുന്നത്. ആ വിശുദ്ധ ഖുർആൻ പഠിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളാവുക, നന്മയുള്ളവരാവുക. അല്ലാഹു അതിന് നമുക്ക് എവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.